ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിന് താൽക്കാലിക ആശ്വാസം. സിദ്ദിഖിന്റെ അറസ്റ്റ് സുപ്രീം കോടതി തടഞ്ഞു. 2 ആഴ്ചയ്ക്ക് ശേഷം സിദ്ദിഖ് നൽകിയ മുൻകൂർ ജാമ്യ ഹർജി സുപ്രീം കോടതി വീണ്ടും പരിഗണിക്കുന്നുണ്ട്. അതുവരെയാണ് അറസ്റ്റ് തടഞ്ഞിരിക്കുന്നത്. പരാതി നൽകാൻ കാലതാമസമുണ്ടായെന്ന വാദവും കോടതി കണക്കിലെടുത്തു. സംസ്ഥാനം 8 വർഷമായി എന്ത് ചെയ്യുകയായിരുന്നുവെന്നും കോടതി ചോദിച്ചു. ഇതിനെയൊക്കെ തുടർന്നാണ് ഇപ്പോൾ താൽക്കാലിക ആശ്വാസത്തിനായി ഒരു മുൻകൂർ ജാമ്യം നൽകിയിരിക്കുന്നത്. 2 ആഴ്ച വരെ അറസ്റ്റ് ചെയ്യരുത് എന്നും കോടതി പറഞ്ഞിട്ടുണ്ട്. അനന്യയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അനന്യ, സിദ്ദിഖിനെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസം തന്നെയാണ്. ഹൈക്കോടതി ജാമ്യം റദ്ദാക്കിയതിനെ തുടർന്ന് ഒളിവിലായിരുന്നു. ഒരാഴ്ചയ്ക്ക് ശേഷം സുപ്രീം കോടതിയിൽ ഒരു ആശ്വാസം ലഭിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇനിയുള്ള അടുത്ത നീക്കം? ഇനി പോലീസ് ഉദ്യോഗസ്ഥരുടെ അന്വേഷണ സംഘത്തിന്റെ അടുത്ത നീക്കം എങ്ങനെയാണ്? തീർച്ചയായും ഇത് അപ്രതീക്ഷിതമായി തന്നെയാണ് സിദ്ദിഖിന് ഇത്തരം ഒരു താൽക്കാലിക ആശ്വാസം എന്നോണം. അത് താൽക്കാലികമാണെങ്കിൽ കൂടി നീത പറഞ്ഞതുപോലെ ഒരു ആശ്വാസം തന്നെയാണ് എല്ലാവർക്കും. പക്ഷേ സിദ്ദിഖ് പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല തനിക്ക് ഇത്തരത്തിലുള്ള ഒരു അനുകൂല നടപടിയായിരിക്കും സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത്. കാരണം അഭിഭാഷകർ ഉൾപ്പെടെയുള്ള സംഘം നേരത്തെ അറിയിച്ചിരുന്നു. കാരണം ഇപ്പോൾ സെഷൻസ് കോടതിയിൽ നിന്നും ഹൈക്കോടതി ഇത്തരം ഒരു കാര്യം തള്ളിയപ്പോൾ തന്നെ പറഞ്ഞിരുന്നു സുപ്രീം കോടതിയുമായിട്ട് മുന്നോട്ട് പോകണോ വേണ്ടയോ എന്ന് വരെ അഭിഭാഷകർ ചോദിച്ച സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. എന്നിട്ട് കൂടി സിദ്ദിഖിന്റെ ആ ഒരു നിർബന്ധത്തിൽ വഴങ്ങി മാത്രമാണ് സുപ്രീം കോടതിക്ക് ഒരു അപ്പീൽ അല്ലെങ്കിൽ ഒരു ഹർജിയുമായിട്ട് മുന്നോട്ട് പോയെങ്കിലും അതിപ്പം അദ്ദേഹത്തിന് പോസിറ്റീവായിട്ട് ഇപ്പോൾ പരിഗണിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഈ പറയുന്ന കേസ് പരിഗണിച്ചു, പക്ഷേ ഈ പറഞ്ഞ മുൻകൂർ ഹർജി ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ കൂടി വളരെയധികം ആശ്വാസം തന്നെയാണ്. 2 ആഴ്ചത്തേക്കുള്ള നീത പറഞ്ഞ പോലെ 2 ആഴ്ചത്തേക്കുള്ള ഒരു ആശ്വാസമാണ്. അറസ്റ്റൊന്നും രേഖപ്പെടുത്താതിരിക്കാനുള്ള ഇനി 2 ആഴ്ച കേസ് പരിഗണിക്കുക. കേസ് പരിഗണിക്കുന്നവരെ 2 ആഴ്ച കാലാവധിയെക്കാട്ടും നമുക്കൊരു സംശയം നിലനിൽക്കുന്നത് 2 ആഴ്ച ചിലപ്പോൾ 3 ആഴ്ച വരെ നീണ്ടാനുള്ള സാധ്യത ഉണ്ട്. കാരണം അത് കഴിഞ്ഞ പൂജ ഹോളിഡേസ് അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ പോലെ സ്റ്റേറ്റ്സിലെ ദസറയൊക്കെ വളരെയധികം ആഘോഷിക്കുന്ന ദിവസങ്ങൾ കൂടിയാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ സുപ്രീം കോടതി അവധിക്കാലത്തോ അല്ലെങ്കിൽ അവധിക്ക് പോകാനുള്ള സാധ്യത കൂടിയാണ്. അങ്ങനെ വീണ്ടും ഈ 2 ആഴ്ച എന്നുള്ളത് ചിലപ്പോൾ 3 ആഴ്ച വരെ പോകാനുള്ള സാധ്യത കൂടി കണക്കാക്കുന്നുണ്ട്. അങ്ങനെ സിദ്ദിഖിന് എന്തുകൊണ്ടും ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള ആശ്വാസം തന്നെയാണ് വന്നിരിക്കുന്നത്. പ്രധാനമായിട്ടും പറഞ്ഞത് ഇത്തരത്തിൽ ഈ പറയുന്ന കാലതാമസം പരാതിക്കാരി ഉന്നയിക്കാൻ ഇത്തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള ഹൈക്കോടതി തന്നെ ചൂണ്ടിക്കാണിച്ചതാണ് വളരെയധികം ഗുരുതരമായിട്ടുള്ള എന്താ പറയാ കേസ് എന്ന നിലയ്ക്ക് എന്തുകൊണ്ട് ഇത്രയും വൈകി അല്ലെങ്കിൽ ഇത്രയും കാലതാമസം വരുത്തി എന്നത് ചൂണ്ടിക്കാണിച്ചിട്ടാണ് സുപ്രീം കോടതി ഇത്തരത്തിലുള്ള ഒരു കാര്യം ഉന്നയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിന്റെ രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് 8 വർഷം എന്താണ് ചെയ്തത്, ഇത്തരം ഒരു കേസ് ഉണ്ടായിട്ട് ഇത്തരം ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടായിട്ട് എന്ത് ചെയ്തു എന്നത് കൂടി രൂക്ഷമായിട്ട് സുപ്രീം കോടതി വിമർശിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പറയുന്നത് ഈ പറയുന്ന സംഭവങ്ങൾ സിനിമാ മേഖലയിൽ പോലെ തന്നെ പല മേഖലയിലും ഉള്ളതായിട്ട് കൂടി സുപ്രീം കോടതി എടുത്തു കാണിക്കുന്നുണ്ട്. പക്ഷേ ഈ സുപ്രീം കോടതിയുടെ വിധി മുന്നോട്ട് വയ്ക്കുന്ന സമയം നോക്കുകയാണെങ്കിൽ 62ാമത്തെ കേസായിട്ടാണ് സിദ്ദിഖിന്റെ ഈ കേസ് പരിഗണിച്ചിട്ടുണ്ടായിരുന്നത് 13ാം നമ്പർ കോടതിയിൽ. അപ്പോൾ ഏകദേശം ഉച്ച കഴിഞ്ഞ് എന്തായാലും ഉച്ചയൂണിന് മുൻപ് സുപ്രീം കോടതി ഇത്തരത്തിൽ കേസ് പരിഗണിക്കുമെന്ന് തന്നെയാണ് വിചാരിച്ചിരുന്നത്. ചിലപ്പോൾ അത് മാറിപ്പോയിരിക്കാം, അല്ലെങ്കിൽ ഈ പറയുന്ന ഉച്ചയൂണിന് ശേഷമുള്ള സമയമാണെങ്കിൽ ചിലപ്പോൾ വീണ്ടും പോയേക്കാം എന്നൊക്കെ സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ കൂടി അതെല്ലാം മറികടന്ന് മുന്നോട്ട് അല്ലെങ്കിൽ അതിന് മുൻപ് തന്നെ വിധി ഉണ്ടായി. വിധിക്കുക വന്നിരിക്കുന്നു. ഈ ഒരു പറയുന്ന 2 ആഴ്ചത്തേക്ക് അറസ്റ്റ് ഇല്ല എന്നുള്ളത്. ഇനി സിദ്ദിഖിനെ എവിടെയെങ്കിലും പ്രത്യക്ഷപ്പെടാനുള്ള സാധ്യത കൂടി SIT കാണുന്നുണ്ട്. പക്ഷേ ഇതില് മറ്റൊരു രൂക്ഷമായിട്ടുള്ള വിമർശനം പറയുന്നത് SITക്ക് തന്നെയാണ്. കാരണം ഈ ഒരാഴ്ച അടുപ്പിക്കാൻ പോകുന്ന സിദ്ദിഖ് കേസുമായിട്ട് ബന്ധപ്പെട്ട് ഒളിവിൽ പോയിട്ട് ഏകദേശം ഒരാഴ്ച. അനന്യയിലേക്ക് മടങ്ങിയെത്താൻ ഇപ്പോൾ സുപ്രീം കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ നമ്മളോടൊപ്പം ടെലിഫോണിൽ ചെയ്യുന്നുണ്ട്. അഡ്വക്കേറ്റ് പ്രശാന്ത്, എന്തായാലും സിദ്ദിഖിനെ സംബന്ധിച്ച ഒരു ആശ്വാസം തന്നെയാണിത്. 2 ആഴ്ചത്തേക്കാണെങ്കിൽ പോലും ഒരു ഇടക്കാല ജാമ്യം നൽകിയതോടുകൂടി അറസ്റ്റിന് തടഞ്ഞിട്ടുണ്ട് കോടതി. ഇനി അടുത്ത ഒരു നടപടി എന്ന രീതിയിൽ അത് എങ്ങനെയായിരിക്കും? 2 ആഴ്ചയ്ക്ക് ശേഷം കോടതി ഇത് വീണ്ടും പരിഗണിക്കുമ്പോൾ ഇത് ഈ ഇടക്കാല ജാമ്യം വീണ്ടും തുടരാനുള്ള ഒരു സാധ്യതയുണ്ടോ? സാധ്യത ഉണ്ട് എന്ന് തോന്നുന്നു. കാരണം ബെയിൽ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ സംസ്ഥാന ഗവൺമെന്റ് ശക്തമായിട്ട് എതിർത്തിരുന്നു. അതിജീവിതയുടെ ഒരു അഭിഭാഷക സീനിയർ അഡ്വക്കേറ്റ് വൃന്ദ ഗ്രോവർ ഉണ്ടായിരുന്നു. അവരും ചൂണ്ടിക്കാണിച്ചത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കേസാണെന്നുള്ളതാണ്. ഒരു കേസ് ജാമ്യം പരിഗണിക്കുന്ന വേളയിൽ കോടതി കൺസിഡർ ചെയ്യുന്നത് അലിഗേഷന്റെ സീരിയസ്നെസ് മാത്രമല്ല, ഈ പ്രതി പുറത്തു നിന്ന് കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന അപകടങ്ങളെ പറ്റി കൂടിയാണ്. അതായത് പെട്ടെന്ന് ഏതെങ്കിലും രീതിയിൽ തെളിവ് നശിപ്പിക്കുമോ, സാക്ഷികളെ സ്വാധീനിക്കുമോ, അല്ലെങ്കിൽ നിയമത്തിന്റെ പരിധി വിട്ടു പോകുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി പരിഗണിക്കും. ഇതിന്റെ എല്ലാം ഉത്തരം ഇല്ല എന്നാണെങ്കിൽ ജാമ്യം കൊടുക്കുന്നതിന് തടസ്സമില്ല. കഴിവതും എല്ലാ കേസുകളിലും ജാമ്യം കൊടുക്കണം എന്ന് സുപ്രീം കോടതി നേരത്തെ മുതലേ പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ ഈ കേസില് 8 വർഷം മുമ്പുള്ള ഒരു സംഭവം ആയതുകൊണ്ട് അത് ശരിയാണെങ്കിൽ കൂടി, ശരിയാണോ അല്ലയോ എന്നുള്ളത് ട്രയൽ കോടതിയാണ് പരിഗണിക്കുന്നത്. പക്ഷെ അത് സീരിയസ് ആയിട്ട് അവിടെ പരിഗണിക്കും. അതിന് കാലതാമസം ഒരു കാരണമേ ആകുന്നില്ല. പക്ഷെ ജാമ്യം കൊടുക്കുന്ന വേളയിൽ
ഈ പറയുന്ന വിറ്റ്നസ്സുകളെ സ്വാധീനിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ എവിഡൻസ് ഡിസ്ട്രോയ് ചെയ്യാനോ ഒക്കെ ഉള്ള ആ ഒരു കൺസിഡറേഷൻ വരുന്നത് പെട്ടെന്നുള്ള ഇന്നലെയോ മിനിഞ്ഞാന്നുള്ളൊരു സംഭവമാണെങ്കിൽ പെട്ടെന്ന് തടഞ്ഞു വെക്കുക, ഏതെങ്കിലും രീതിയിൽ അട്ടിമറിക്കാതിരിക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ വരും. ഒരു പഴയ കേസാകുമ്പോൾ അങ്ങനെയുള്ള കൺസിഡറേഷൻസ് അത് ആ ജാമ്യം കൊടുക്കുന്ന വേളയിൽ അത് അത്ര സ്ട്രോങ് അല്ല. അതുകൊണ്ടാണ് കോടതി നിന്ന് ചോദിച്ചത്. 8 വർഷം മുമ്പുള്ള ഒരു കേസാണ്, അതുകൊണ്ട് ഇപ്പൊ പെട്ടെന്ന് അറസ്റ്റ് ചെയ്യുന്നത് കൊണ്ടുള്ള എന്താണ് അതിന്റെ ഒരു ഇതെന്നുള്ളതാണ് ചോദിച്ചത്. ജാമ്യം കൊടുക്കുന്ന വേളയിൽ അതാണ് പരിഗണിച്ചത്. ഈ പരാതി നൽകാൻ ഇത്രയും വൈകി എന്നുള്ള ഒരു പ്രധാന കാരണമായി കോടതി കണ്ടിട്ടുണ്ടല്ലേ? അത് ഇത്തരത്തിൽ ഒരു ജാമ്യം നൽകാനുള്ളൊരു വഴിയായി തെളിഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? പരാതി കൊടുക്കാൻ താമസം വന്നത് മെറിറ്റിനെ ബാധിക്കില്ല, കേസിന്റെ മെറിറ്റിനെ ബാധിക്കില്ല. പക്ഷെ ജാമ്യം കൊടുക്കുന്ന അവസ്ഥയിൽ, അതാണ് പറഞ്ഞത്, ഇൻസിഡന്റ് നടന്നിട്ട് 8 വർഷമായി. അങ്ങനെ ആ ഒരു കാര്യത്തില് ഈ പ്രതി ഇത്രയും നാൾ വെളിയിലായിരുന്ന ഒരാള് ഇപ്പൊ പെട്ടെന്ന് അറസ്റ്റ് ചെയ്തിട്ട് എന്താണെന്നുള്ളൊരു ആ ഒരു കൺസിഡറേഷൻ സാധാരണഗതിയിൽ കോടതി നോക്കുന്നതാണ്. ഏതൊരു കേസിലും നോക്കുന്നത് പോലെ ഈ കേസിൽ അങ്ങനെ നോക്കുമ്പോൾ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങള് ഈ പ്രതി ശക്തനാണ്, സാക്ഷികളെ സ്വാധീനിക്കാനുള്ള സാധ്യത ഉണ്ടെന്നൊക്കെ പറയുന്നത് ജാമ്യ വ്യവസ്ഥയിൽ വളരെ കർശനമായിട്ടുള്ള വ്യവസ്ഥകൾ ഏർപ്പെടുത്തുകയാണെങ്കിൽ കോടതിക്ക് അത് ടേക്ക് കെയർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇനി ഈ പരാതിക്കാരിക്ക് വീണ്ടും ഈ ഇടക്കാല ജാമ്യം നൽകിയതിനെ ചോദ്യം ചെയ്തൊരു ഹർജി വീണ്ടും നൽകാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടോ? ഇല്ല, സുപ്രീം കോടതി അവസാനത്തെ കോടതിയാണ്. ഇതിന് പുറത്ത് വേറെ ഹർജിയില്ല. ഇത് വീണ്ടും 2 ആഴ്ച കഴിഞ്ഞ് വരുമ്പോൾ പരാതിക്കാരുടെ അഭിഭാഷക വീണ്ടും ശക്തമായിട്ട് ജാമ്യം കൊടുക്കരുത് എന്നുള്ള രീതിയിൽ വാദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് ആ സമയത്ത് വീണ്ടും ഒപ്പോസ് ചെയ്യാൻ കഴിയും. പക്ഷെ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരാളെ സാധാരണഗതിയിൽ ഒരു ദിവസത്തേക്കാണെങ്കിലും ജയിലിലേക്ക് വിട്ടു കഴിഞ്ഞാൽ പെട്ടെന്നുണ്ടാകുന്ന ഒരു ഈ പേഴ്സണൽ ഡിഗ്നിറ്റി, റെപ്യൂട്ടേഷൻ എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾക്കുണ്ടാകുന്ന പെട്ടെന്നുണ്ടാകുന്ന ഒരു ഇടിച്ചില് അത് പിന്നെ റെസ്റ്റോർ ചെയ്യാൻ പറ്റില്ല. ഒരു കോടതിക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. അപ്പോൾ ഒരു പ്രാവശ്യം ജയിലിൽ വിടുന്നതിന് മുമ്പ് കോടതി പല പ്രാവശ്യം ആലോചിക്കും. അതില് അത്രയ്ക്ക് അടിയന്തര സാഹചര്യം ഉണ്ടെങ്കിൽ ജാമ്യം നിരസിച്ചുകൊണ്ട് ഒരാളെ ജയിലിലേക്ക് വിടുന്ന സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ ചെയ്യാറുണ്ട്. അതല്ല, വളരെ പഴയ ഒരു സംഭവമാണ്, പെട്ടെന്നൊരു കസ്റ്റഡിയിൽ എടുക്കേണ്ട ആവശ്യമില്ലെന്നുണ്ടെങ്കിൽ ഒരു പുറത്ത് നിർത്തിക്കൊണ്ട് തന്നെ അന്വേഷണം നടക്കും. അന്വേഷണത്തെ അട്ടിമറിക്കാനുള്ള സാധ്യതകൾ അവോയ്ഡ് ചെയ്തുകൊണ്ട് ജാമ്യ വ്യവസ്ഥകൾ ഏർപ്പെടുത്താൻ കഴിയുമെങ്കിൽ അങ്ങനെ കൊടുക്കാനുള്ള സാധ്യതയും ഉണ്ട്. ശരി, വളരെ നന്ദി അഡ്വക്കേറ്റ് പ്രശാന്ത് ഇതിന്റെ നിയമവശങ്ങൾ പറഞ്ഞു തന്നതിന്. എന്തായാലും താൽക്കാലികമായെങ്കിലും സിദ്ദിഖിന് ആശ്വാസം നൽകുന്നതാണ് സുപ്രീം കോടതിയിൽ നിന്നുള്ള വിധി. പരാതി നൽകാൻ കാലതാമസം എന്തിനായിരുന്നു എന്ന സിദ്ദിഖിന്റെ വാദമാണ് കോടതി മുഖവിലേക്ക് എടുത്തത്. സിദ്ദിഖിന്റെ മകനും കോടതിയിൽ ഈ വാദം കേൾക്കാനായി ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ അന്വേഷണ സംഘത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥയും ഈ കോടതിയിൽ വാദം കേൾക്കാനായി ഉണ്ടായിരുന്നു. എന്തായാലും ഒരാഴ്ച മുൻപാണ് ഹൈക്കോടതിയിൽ നിന്നും സിദ്ദിഖിന് ഒരു തിരിച്ചടി ലഭിച്ചത്. ജാമ്യം റദ്ദാക്കിക്കൊണ്ടുള്ള മുൻകൂർ ജാമ്യം നൽകിയത് റദ്ദാക്കിക്കൊണ്ടുള്ള കോടതിയുടെ വിധി വരുന്നത്. അതിനെ തുടർന്ന് സിദ്ദിഖ് ഒളിവിലായിരുന്നു. അതിനുശേഷം അന്വേഷണ സംഘം കണ്ടെത്താൻ, അറസ്റ്റ് ചെയ്യാനുള്ള നടപടികളിലേക്കൊക്കെ അന്വേഷണ സംഘം പോയെങ്കിലും ഇതുവരെയും സിദ്ദിഖിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. അത്തരത്തിൽ വലിയ വിമർശനങ്ങളൊക്കെ ഉയർന്നിരുന്നു. എന്തായാലും സിദ്ദിഖ് ഇപ്പോഴും ഒളിവിൽ തുടരുകയാണ്. ഇനി ഒരു 2 ആഴ്ചത്തേക്ക് കൂടി ഏതായാലും ആശ്വാസം നൽകുന്നുണ്ട്. നേരത്തെ അനന്യ പറഞ്ഞ പോലെ അതിനുശേഷം പൂജ ഹോളിഡേയ്സ് വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കോടതി വീണ്ടും അതിനുശേഷമാകും ഇനി കോടതി വീണ്ടും ഹർജി പരിഗണിക്കുക. അങ്ങനെയാണെങ്കിൽ കുറച്ച് ദിവസം കൂടി ഇത്തരത്തിൽ ഇടക്കാല ആശ്വാസം നൽകുന്നതായിരിക്കും ഈ വിധി എന്ന് മനസ്സിലാക്കുന്നു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.